പ്രമേഹം ഒരു പാരമ്പര്യ രോഗമാണോ? എൻ്റെ അച്ഛന് പ്രമേഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അമ്മയ്ക്ക് പ്രമേഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും പ്രമേഹം ഉണ്ടായിരുന്നു, ഞാൻ നാളെ ഒരു പ്രമേഹ രോഗിയായി തീരുവോ എന്ന് പലരും ചോദിക്കാറുണ്ട്. പലരും പോയിട്ട് എല്ലാ മാസവും ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ചിലര് ആശങ്കയോടെയാണ് ജീവിക്കണത്. അങ്ങനെ ഭയപ്പെടാനില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം സത്യമാണ് നിങ്ങൾ പറയണത്, നിങ്ങളുടെ മാതാവിന് പ്രമേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യത 40% ആണ്. പിതാവിനും പ്രമേഹം ഉണ്ടായിരുന്നെങ്കിൽ അത് 80% ആണ്. അതായത് ഒരു മാതാപിതാക്കൾ ഒരാൾക്കുണ്ടെങ്കിൽ 40%, രണ്ടുപേർക്കുണ്ടെങ്കിൽ 80%, 100% ആവുന്നില്ല. അതുകൊണ്ട് പ്രമേഹം ഒരു പാരമ്പര്യ രോഗമല്ല എന്നർത്ഥം. പക്ഷെ പാരമ്പര്യമായിട്ട് വരാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. ഇത് ആദ്യം മനസ്സിലാക്കുക. അതിന് ബ്ലഡിലെ ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ബ്ലഡിലെ ഷുഗർ ടെസ്റ്റ് ചെയ്യണം നമ്മളുടെ പാൻക്രിയാസിന്റെ ഒരു 10, 60, 70% അതിന്റെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞ ശേഷമേ അറിയാൻ പറ്റുള്ളൂ നമുക്ക്. പിന്നെ അറിഞ്ഞിട്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. അല്ലെങ്കിൽ വളരെ ഒരു ഷുഗർ റിവേഴ്സിന് വളരെ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, അതിന് മുമ്പ് ചെയ്യേണ്ടത് ഇൻസുലിൻ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബ്ലഡിലെ ഷുഗർ കൂടുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇൻസുലിൻ കൂടാൻ തുടങ്ങും. ആദ്യം ഇൻസുലിനാണ് കൂടുന്നത്, ബ്ലഡിലെ ഷുഗർ അല്ല കൂടുന്നത്. ഇത് നമുക്ക് 2 വർഷമോ 3 വർഷമോ 5 വർഷമോ 10 വർഷം മുമ്പ് നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് ഇൻസുലിൻ ടെസ്റ്റ് ചെയ്യുക. ഹോമോ IR ടെസ്റ്റ് എന്ന് പറയും, HOMAIR ടെസ്റ്റ്. മിക്കവാറും എല്ലാ വലിയ ലാബുകളിലും ചെയ്യും. ഒരു 1000 രൂപയുടെ മുകളിൽ ചെലവ് വരും. ഇത് ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത വർഷമോ പിന്നത്തെ വർഷമോ അല്ലെങ്കിൽ അതിന്റെ പിന്നത്തെ വർഷമോ ഷുഗർ വരും തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ ഹോമോ IR ടെസ്റ്റ് നടത്തുമ്പോൾ ഷുഗർ ഒരു 105, ഇൻസുലിന്റെ അളവ് ഒരു 20 ഹോമോ IR റീഡിംഗ് ഒരു 5.2 ആണെങ്കിൽ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു 3, 4, 5 വർഷത്തിനകം പ്രമേഹ രോഗി ആവുന്നുള്ള കാര്യമാണ്. രണ്ടാമത്തെ റീഡിങ് ഷുഗർ ഒരു 95, ഇൻസുലിൻ ഒരു 12, ഹോമോ IR റീഡിംഗ് ഒരു 2.8. ഇത്രയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 5-10 വർഷം വരെ നമുക്ക് കുഴപ്പമില്ലാണ്ട് പോവാം എന്ന് സമാധാനിക്കാവുന്നതാണ്. ഇനി ഷുഗർ 120, ഇൻസുലിൻ അളവ് 25, ഹോമോ IR 7 ആണെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഒരു 1-2 വർഷത്തിൽ ഞാൻ പ്രമേഹ രോഗി ആവുന്നുള്ള കാര്യമാണ്. ഇതിപ്പോ നിങ്ങൾ ഇത് ഓർത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ലാബിൽ പറഞ്ഞാൽ അവർ പറയൂ ഇത്, അല്ലെങ്കിൽ ഡോക്ടറെ കാണിച്ചു കൊടുത്താൽ പറയും. 100% ഇത് അക്യുറസി ഉള്ളതല്ല എങ്കിൽ പോലും ഒരു പരിധി വരെ ഇത് ഫലപ്രദമായിട്ട് കാണുന്ന കാര്യമാണ്. ഒന്നുകൂടെ നിങ്ങൾക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് തിരിച്ചറിഞ്ഞാവരോ, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ഷുഗർ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പണി ശരിയായ ഡേറ്റിലും ശരിയായ എക്സസൈസിലും വരിക എന്നുള്ളതാണ്. ഇത് പഠിപ്പിക്കലാണ് നമ്മുടെ പണി. മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്ററിന്റെ ആഭിമുഖ്യത്തില് ഷുഗർ റിവേഴ്സ് പ്രോഗ്രാമിലൂടെ നമ്മൾ ഷുഗർ വരാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡയറ്റുകൾ പഠിപ്പിക്കുന്നു, അതിനാവശ്യമായ ഫിസിക്കൽ എക്സസൈസ് പഠിപ്പിക്കുന്നു, അതിനാവശ്യമായ ബ്രീത്തിങ് എക്സസൈസ് പഠിപ്പിക്കുന്നു. അതുപോലെ നമ്മളുടെ സ്ട്രെസ് കുറയ്ക്കാൻ ആവശ്യമായ മെത്തേഡിൽ പഠിപ്പിക്കുന്നു. ഇങ്ങനെ 4 വഴിക്ക് നമുക്ക് നാളെ നിങ്ങൾക്ക് വരാൻ ഇടയുള്ള പ്രമേഹത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കും. 100 വയസ്സായാലും പ്രമേഹം ഇല്ലാതെ ജീവിക്കാൻ സാധിക്കും.